മോളിവുഡിൽ ചില മാന്ത്രിക സംഖ്യകൾ തീർക്കാൻ കഴിയുന്ന ഒരു ചിത്രമാണ് പൃഥ്വിരാജ് സംവിധാനം ചെയ്ത് മോഹൻലാൽ നായകനാകുന്ന എമ്പുരാൻ എന്ന ചിത്രം. അത്രയ്ക്ക് വലിയ എക്സൈറ്റ്മെന്റ് ആണ് പ്രേക്ഷകരിലും മൂവി അനലിസ്റ്റുകളിലും ഈ എമ്പുരാൻ എന്ന ചിത്രം തീർത്തുകൊണ്ടിരിക്കുന്നത്. അവർക്കറിയാം ഈ ചിത്രം കേരള ബോക്സ് ഓഫീസിലും മോളിവുഡിലും എത്രമാത്രം ഇമ്പാക്ട് ഉണ്ടാക്കാൻ പോകുന്ന ചിത്രമാണെന്ന്. കാരണം ഈ ചിത്രത്തിന്റെ ആദ്യ ഭാഗമായ ലൂസിഫർ ആണ് ഇതുപോലുള്ള പല കാര്യങ്ങളും സൃഷ്ടിച്ചതും പലതിനും തുടക്കം കുറിച്ചതും ലൂസിഫർ തന്നെ. അതിന്റെ തന്നെ രണ്ടാം ഭാഗമായ എമ്പുരാൻ വരുമ്പോൾ ആ എക്സൈറ്റ്മെന്റ് എല്ലായിടത്തുമുണ്ട്. കൂടാതെ ഈ ചിത്രത്തിൽ അഭിനയിക്കുന്ന പല താരങ്ങളും അവരുടെ പുതിയ ചിത്രങ്ങളുടെ പ്രൊമോഷനുമായി എത്തുമ്പോൾ എമ്പുരാനെ കുറിച്ച് പറയാതെ പോകത്തുമില്ല. മലയാള സിനിമ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് പൃഥ്വിരാജ് മോഹൻലാൽ കൂട്ടുകെട്ടിൽ ഒരുങ്ങുന്ന എമ്പുരാൻ. സമീപകാല മലയാള സിനിമയിൽ ലൂസിഫർ എന്ന ഒരൊറ്റ ചിത്രം കൊണ്ട് മോഹൻലാൽ എന്ന നടനും പൃഥ്വിരാജ് എന്ന നവാഗത സംവിധായകനും വലിയ രീതിയിൽ ആഘോഷിക്കപ്പെട്ടിരുന്നു. മോഹൻലാൽ എന്ന താരത്തെയും ഒരു പരിധിവരെ മോഹൻലാൽ എന്ന നടനെയും പരമാവധി ഉപയോഗപ്പെടുത്തിയ സിനിമയായിരുന്നു ലൂസിഫർ. ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായ എമ്പുരാൻ മലയാളികളിലേക്ക് എത്തുന്നത് മലയാളത്തിലെ ഏറ്റവും വലിയ ചിത്രം എന്ന ഖ്യാതിയോടെയാണ്. സ്റ്റീഫൻ നെടുമ്പള്ളി ആരായിരിക്കുമെന്നും എങ്ങനെയാണ് സ്റ്റീഫൻ എബ്രഹാം ഖുറേഷി ആയതെന്നും എമ്പുരാൻ പ്രഥമമായും പ്രമേയമാക്കുന്നത്. ലൂസിഫറിൽ കണ്ട ടൈം ലൈന് മുൻപ് നടന്ന കാര്യങ്ങളും ശേഷം നടന്ന കാര്യങ്ങളും എമ്പുരാനിൽ ഉണ്ടാകും. ചിത്രത്തിൽ ടൊവിനോയും പ്രധാന വേഷത്തിലുണ്ട്. പി.കെ. രാംദാസ് എന്ന രാഷ്ട്രീയക്കാരന്റെ മകനായ ജതിൻ രാംദാസ് എന്ന കഥാപാത്രത്തെയാണ് ടൊവിനോ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത്. എമ്പുരാനിലും താനുണ്ടെന്ന് ടൊവിനോ പറയുന്നത്. ലൂസിഫറിനേക്കാൾ പവർഫുൾ ആയിട്ടുള്ള വേഷമായിരിക്കുമോ ഇതിലുമെന്ന് നിങ്ങൾ തന്നെ കണ്ട് മനസ്സിലാക്കേണ്ട കാര്യമാണെന്നും ടൊവിനോ പറയുകയാണ് ഇപ്പോൾ. കാരണം ഒരു പാർട്ടിയുടെ തലപ്പത്താണ് ഇപ്പോൾ ജതിൻ രാംദാസ് എന്ന കഥാപാത്രം എത്തി നിൽക്കുന്നത്. ഇനി മുഖ്യമന്ത്രിയാകുമോ എന്നുള്ള കാര്യങ്ങളുമൊക്കെ അവിടെ ചോദ്യചിഹ്നമായി ഇരിക്കുമ്പോഴാണ് ഇങ്ങനെ ചില കൗതുകരമായ ചോദ്യങ്ങൾ നേരിടേണ്ടി വരുന്നതും. എമ്പുരാനിൽ ഞാനുണ്ട്. എന്റെ 3 ദിവസത്തെ ഷൂട്ട് ഇപ്പോൾ കഴിഞ്ഞു. ഇനിയും കുറച്ചുകൂടി ബാക്കിയുണ്ട്. അത് ഉടനെ തന്നെ ഉണ്ടാകും. ലൂസിഫറിനേക്കാൾ പവർഫുൾ ആയിട്ടുള്ള വേഷമായിരിക്കുമോ ഇതിലുമെന്ന് നിങ്ങൾ തന്നെ കണ്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ്. കൂടുതൽ കാര്യങ്ങൾ അറിയാതെ പോയി കാണുന്നതാണ് ആസ്വാദനത്തിന് നല്ലത് എന്നാണ് ഒരു അഭിമുഖത്തിൽ ടൊവിനോ പറഞ്ഞിരിക്കുന്നത്. എമ്പുരാനിൽ അഭിനയിച്ചവരെ കുറിച്ചും അഭിനയിക്കാൻ പോകുന്നവരെ കുറിച്ചുമുള്ള കാര്യങ്ങൾ അറിയുമ്പോൾ അവരോടും പല കാര്യങ്ങളും പലയിടത്തും വെച്ച് എമ്പുരാനെ കുറിച്ച് ചോദിക്കുകയുണ്ടാകും. അതിനൊക്കെ മറുപടി പറയുന്നത് സോഷ്യൽ മീഡിയയിൽ വലിയ കൗതുകത്തോടെയാണ് പ്രേക്ഷകർ നോക്കിക്കാണുന്നതും. അങ്ങനെയാണ് ഇപ്പോൾ ടൊവിനോയും അദ്ദേഹത്തിന്റെ കഥാപാത്രത്തെക്കുറിച്ചും എമ്പുരാന്റെ വിശേഷങ്ങളെ കുറിച്ചും പറഞ്ഞിരിക്കുന്നത്. ബോളിവുഡിലെ തന്നെ ഏറ്റവും വലിയ ചിത്രമായിട്ടാണല്ലോ എമ്പുരാൻ ഒരുങ്ങുന്നത്. അതിന് ചുക്കാൻ പിടിക്കുന്നതാട്ടെ ആശീർവാദ് സിനിമാസും ലൈക്ക പ്രൊഡക്ഷൻസും ചേർന്നാണ്. അതുകൊണ്ട് തന്നെ ഒരു വമ്പൻ ചിത്രം നമുക്ക് മുന്നിലേക്ക് എത്തുന്നു. പൃഥ്വിരാജ് എങ്ങനെ ഇതിനെ ഒരുക്കിയിരിക്കുന്നു എന്ന് കാണാനുള്ള കൗതുകവും മോഹൻലാലിനെ എങ്ങനെ പ്രസന്റ് ചെയ്തിരിക്കുന്നു എന്നൊരു ആകാംക്ഷയും മോഹൻലാലിന്റെ കഥാപാത്രത്തിലെ നമ്മൾ കാണാൻ പോകുന്ന ഖുറേഷി എബ്രഹാം എന്ന കഥാപാത്രത്തെയും അറിയാനുള്ള ആകാംക്ഷ. മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ എന്നീ ഭാഷകളിലാണ് ചിത്രം പ്രദർശനത്തിന് എത്തുന്നത്. അടുത്ത വർഷമായിരിക്കും ചിത്രം റിലീസ് ചെയ്യുക എന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന ചില സൂചനകൾ.